അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ടിൻ പ്രഗ്നൻസിയും ഡെലിവറി എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യാട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ 70% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ചാനൽ. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസിന് നല്ല കമൻറ്റുകളൊക്കെ ഇടാട്ടോ. സൗണ്ടിന് ചെറിയ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, മൈക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങളുടെ കല്യാണം 2004 ജൂലൈ 28. ഇപ്പോൾ 1 year ആയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് തന്നെ പ്രഗ്നൻസി കൺഫേം ആയിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ആക്കിയതിന് ശേഷം ഡോക്ടർ സ്കാനിങ്ങിന് എഴുതി തന്നു. ഫസ്റ്റത്തെ സ്കാനിങ്ങിൽ തന്നെ ഞങ്ങൾ ട്വിൻസ് ആണെന്ന് അറിഞ്ഞു. പിന്നെ ഫസ്റ്റത്തെ സ്കാനിങ്ങിന് ഞാനും ഉമ്മച്ചിയും കൂടിയിട്ട് പോയായിരുന്നു. അപ്പോൾ ട്വിൻസ് ആണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇക്കാലത്ത് പറയാണ്ട് റിസൾട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. വീട്ടിൽ വന്നപ്പോൾ റിസൾട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കുക എന്ന് വിചാരിച്ച്. അപ്പോൾ ഇക്കാക്ക വീട്ടിൽ വന്നപ്പോൾ ഞാൻ സ്കാനിങ് റിസൾട്ട് കാണിച്ച്. അപ്പോൾ ഞാൻ റിസൾട്ട് കാണിച്ച് കൊടുത്തപ്പോൾ അതിൽ 2 സേക്ക് കണ്ടപ്പോഴും ഇക്കാക്കയുടെ ഫേസിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ വെച്ച് ഇനി മനസ്സിലാവാനായിട്ടായിരിക്കുമെന്ന്. അപ്പോൾ അതിൽ എഴുതിയിട്ടും ഉണ്ടായിരുന്നു ട്വിൻസ് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴും ആളെ ഷോക്കായില്ല, ആൾ ചിരിച്ചോളൂ. പ്രഗ്നൻസി കൺഫേം ആയപ്പോൾ ഷോക്കായിരുന്നെങ്കിൽ ഞങ്ങൾ 2 ട്വിൻസാന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിയൊന്നുമില്ല. അന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നാതെ ട്വിൻസാണെന്ന് തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കാലത്ത് ഒരു ദിവസം ചോദിക്കുകയും ചെയ്തു, നമുക്ക് ട്വിൻസ് ആണെങ്കിലോ അത്. ഞാനും ഡോക്ടറിനെ സ്കാൻ ചെയ്ത് ട്വിൻസ് ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഞെട്ടിയില്ല, ഇക്കാലത്ത് പറഞ്ഞപ്പോൾ ഇക്കാക്കായി ഞെട്ടിയില്ല. ഞങ്ങളുടെ മനസ്സിൽ ട്വിൻസാണ് നേരത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. ട്വിൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ടെൻഷനായിരുന്നു, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ ഓർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം 2 പേരല്ലേ. ഉമ്മച്ചിയുടെ ഫാമിലിയിൽ കുറേ ട്വിൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ട്വിൻസിനെയൊക്കെ കണ്ട് ഒരുപാട് ശീലമുള്ളതാണ്. ആ ഒരു പാരമ്പര്യം വന്നേക്കണേന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് പ്രഗ്നൻസി തുടങ്ങി അവസാനം വരെ ബുദ്ധിമുട്ടുകളായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓരോ അസ്വസ്ഥതകൾ മാറിയായിരുന്നു. വൊമിറ്റിങ് എനിക്ക് ഫസ്റ്റ് മന്ത് അറിഞ്ഞ ഒരു കുറച്ച് നാട്ടേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇക്കൊക്കെ ചോദിക്കുന്നത് ഇവർക്ക് ഛർദ്ദി ഒന്നും ഇല്ലല്ലോ, വോയിസിലൊക്കെ കണ്ണ് അങ്ങനെയാണല്ലോ, ഹീറോയിൽ പോയി ഛർദ്ദിക്കുമ്പോഴുള്ള പ്രഗ്നൻ്റ് അതെല്ലാവരും അറിയണേ. ഫസ്റ്റത്തെ 2 വീക്ക് എനിക്ക് വൊമിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 2nd മന്ത് മുതൽ തുടങ്ങി. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് അതാ എനിക്ക് ഓർക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അത് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരില്ല. ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ പേടി. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ തന്നെ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനായിട്ടാണ് വരുന്നത്. ഭയങ്കര വൊമിറ്റ് ചെയ്യുന്നിട്ട് ആ സമയത്ത് എനിക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ എന്തെങ്കിലും ഫുഡ് കാണുമ്പോഴാണ്, നമ്മൾ ഹാളിലിരിക്കണമെങ്കിൽ അടുക്കളയിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്ന സ്മെല്ല് വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് ബ്രഷ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബ്രഷ് ചെയ്യാനായിട്ട്. ബ്രഷ് വായിലേക്ക് വയ്ക്കുമ്പോൾ തന്നെ ഞാൻ ഓക്കാനിക്കും. എന്നിട്ട് എല്ലാ ദിവസവും ഛർദ്ദിക്കും. എല്ലാ ദിവസവും അത് രാവിലെ തന്നെ ഛർദ്ദിക്കുമ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് രാവിലെ അങ്ങനെ ഛർദ്ദിക്കുമ്പോൾ കയ്പ്പ് നീര് ഛർദ്ദിച്ചു പോണേ. അത് കയ്പ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർക്കാൻ പറ്റില്ല, അത്രക്ക് കയ്പ്പാണ്. എന്തൊരു കയ്പ്പാണെന്നൊരു കയ്പ്പാണ്. പിന്നെ എനിക്ക് ഒരു സാധനം തിന്നാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല. ഡെലിവറിക്ക് കയറുന്ന ദിവസം രാവിലെ വരെ എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റത്തെ ട്രൈംസ്റ്ററിൽ ഭയങ്കര വീക്കായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് ക്ഷീണിക്കണേ. എനിക്ക് പകലൊന്നും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ അതേപോലെ രാത്രി ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ഫസ്റ്റ് ട്രൈംസ്റ്ററിൽ മൊത്തം എനിക്ക് രാത്രി ഉറങ്ങാൻ നേരത്ത് കിടക്കുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടൽ പോലെയൊക്കെയായിരുന്നു. ആദ്യത്തെ 3 ദിവസം കൂടുതലാണ് എൻ്റെ വീട്ടിലായിരുന്നത്. കാരണം അത്രയ്ക്ക് അവശതയായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ മാത്രമുള്ള വോമിറ്റിങ് ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ തുടങ്ങി. ഒരു ദിവസത്തിൽ തന്നെ കുറേ പ്രാവശ്യം ഛർദ്ദിക്കും. അത് ഛർദ്ദിച്ച് എൻ്റെ തൊണ്ടയൊക്കെ പൊട്ടി. അങ്ങനെ ഫസ്റ്റത്തെ 3 മാസം കഴിഞ്ഞു പോയി. പിന്നെ 2nd ട്രൈംസ്റ്ററിലേക്ക് കടന്നപ്പോൾ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടായിരുന്നു, ഗ്യാസ് കയറലായിരുന്നു. ഫുഡ് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഗ്യാസ് കയറും, വയറുവേദന എടുക്കും. സ്പൈസി ആയിട്ട് അല്ലാത്തത് കഴിച്ചാലും എനിക്ക് നെഞ്ചരിച്ചിലായിരുന്നു. രാത്രി കിടക്കുമ്പോൾ നെഞ്ചരിച്ചിലായിട്ട് ഒട്ടും കിടന്നുറങ്ങാൻ പറ്റില്ല. ഉള്ളതാണ് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യാൻ തോന്നും. പിന്നെ പെട്ടെന്ന് ബാത്റൂമിൽ പോകണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം രാത്രി ഒന്നും ഒട്ടും ഉറങ്ങിയിട്ടില്ല. പ്രഗ്നൻ്റ് ആയി പിന്നെ രാത്രി ഉറങ്ങിയിട്ടില്ല. രാത്രി ഒരു 10-15 തവണ ബാത്റൂമിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ 2nd ട്രൈംസ്റ്ററിൽ എനിക്കുണ്ടായിരുന്ന വേറെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിബ്സ് വേദനയായിരുന്നു. എനിക്ക് 2 സൈഡിലെ റിബ്സ് ഭയങ്കര വേദനയായിരുന്നു. ഇവർ വളർന്നു വരുന്നതനുസരിച്ച് നമ്മുടെ യൂട്രസ് വലുതാവുമ്പോൾ നമ്മുടെ റിബ്സ് ഒന്നുകൂടിയും എൻലാർജ് ചെയ്യുമെന്ന് ഞാൻ കണ്ടായിരുന്നു യൂട്യൂബിൽ. ഞാൻ എന്തുകൊണ്ടാണ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയാവുന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. വേദന വരുമ്പോൾ പറ്റാൻ ഓയിൻമെൻറ്റൊക്കെ പറഞ്ഞു. നല്ല വേദന ആണെങ്കിൽ ടാബ്ലറ്റ്സ് കഴിച്ചാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞു. പറഞ്ഞറിയിക്കാൻ പറ്റൂല, നല്ല വേദന, ഇരിക്കാൻ പറ്റൂല. ഇരുന്ന് കഴിഞ്ഞാൽ വേദന എടുക്കുക. ഒരു 10-20 മിനിറ്റ് അടുപ്പിച്ച് ഇരിക്കാൻ പറ്റൂല. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അന്യായ വേദന. പിന്നെ അത് എണീറ്റ് നിന്നാലും അത്
കുറേ നേരത്തേക്ക് വേദന സഹിച്ചില്ല. അപ്പോൾ എന്നും രാത്രി ഇതേപോലെ വേദന ആയിരുന്നു. എല്ലാ ദിവസവും ബാമ പുരട്ടും. എന്നാലും ബാമൊക്കെ പുരട്ടിയാൽ അതൊന്നും ഒരു രീതിയിലും ബാമൊന്നും ഒട്ടും വേക്കണുണ്ടായിരുന്നില്ല. ചില ദിവസം രാത്രി പകുതി ആകുമ്പോൾ വേദന തുടങ്ങും. പിന്നെ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ എണീറ്റിരുന്ന് ഈ ബാമ പുരട്ടലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കിടക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ ഇടയ്ക്കൂടെ ഈ ബാത്റൂമിൽ പോക്ക്. പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. നല്ല നടുവേദനയായിരുന്നു. എനിക്ക് കുറേ നേരം കിടന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ രാത്രി നമ്മൾ കുറേ നേരം കിടന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടി എണീക്കാൻ ഭയങ്കര പാടാണ്. നടുവേദന എടുത്തിട്ട് എണീക്കാൻ പറ്റില്ല. കാല് നടുവേദന എടുത്തിട്ട് എണീച്ച് ബാത്റൂമിൽ എത്താൻ തന്നെ പ്രയാസപ്പെടും. ഓരോ കാല് വച്ച് ഞാൻ പയ്യെ ബാത്റൂമിൽ ചെല്ലും. ആ സമയത്ത് ബാത്റൂം വരെ ഞാൻ എങ്ങനെ എത്തിപ്പെടുന്നത് എനിക്ക് മാത്രം അറിയാൻ. ഒരു 3 ദിവസം പകുതിയൊക്കെ ആയപ്പോഴാണ് പിന്നെ അവരുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയത്. പിന്നെ കുറച്ച് ദിവസം അവിടെ നിൽക്കും, കുറച്ച് ദിവസം എൻ്റെ വീട്ടിലേക്കും അങ്ങനെ. അതെന്നാലും കുറേ ദിവസമൊന്നും അവിടെ നിന്നിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇത്രയും അസ്വസ്ഥതയായിട്ട് ഇരിക്കുമ്പോൾ കല്യാണത്തിന് പോകാനും ഫംഗ്ഷന് പോകാനും പുറത്തേക്കൊക്കെ പോകാനും ഓരോരുത്തർ നിർബന്ധിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരെ. നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവർ മനസ്സിലാക്കല്ല. എനിക്കെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നല്ല ഇടങ്ങേറായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ മേക്കപ്പ് കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയിരുന്നു. അത് ഏകദേശം ഒരു 2nd month ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞത് പോകണ്ട, ടിൻസാണ്, പഠിക്കുന്ന സ്ഥലം 3rd ഫ്ലോറിലാണ്. അപ്പോൾ അത്രയും സ്റ്റെപ്പൊക്കെ കയറണം. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു വേണ്ട, വയറ് നീർക്കെട്ട് വീഴും. പക്ഷേ ഇത് കഴിഞ്ഞ് ടിൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒന്നിനും ഇറങ്ങാൻ പറ്റില്ലാതെ എനിക്ക് അറിയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടും കളിപ്പിച്ച് പോയി. പഠിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 4th month സ്റ്റാർട്ടിങ്ങിൽ ഒരാവശ്യം ചെറിയൊരു അനക്കം തോന്നിയായിരുന്നു. ചെറുതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലേറ്റായിട്ട് എന്താ പറയുക, ഫെദർ വെച്ച് നമ്മുടെ മുഖത്ത് ടച്ച് ചെയ്താൽ അത്ര ഉണ്ടാവും. അത്രയും ലേറ്റായിട്ടൊരു മൂമെൻറ്റ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നാളത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് ഞാൻ വിളിപ്പിച്ച് പോയപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകാൻ നിന്നപ്പോൾ പിന്നത്തെ മൂമെൻറ്റ് എനിക്ക് കിട്ടിയത്. അത് 4th month തന്നെ, 4th month ലാസ്റ്റ്. അപ്പോൾ 4th monthലാണ് എനിക്ക് പിള്ളേരുടെ അനക്കം കിട്ടിയത്. അപ്പോൾ ഞാൻ എല്ലാവരും പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല, അത് ഇത്ര പെട്ടെന്നൊന്നും കിട്ടില്ല, ഒരു 6 തവണ അനക്കം കിട്ടാൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് 4th month ലാസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് അനക്കൊക്കെ കിട്ടി തുടങ്ങിയിരുന്നു. പിന്നെ എനിക്ക് 5th month അത്യാവശ്യം അനക്കങ്ങൾ ഉണ്ടായിരുന്നു. രാത്രിയായിരുന്നു അനക്കം കിട്ടിക്കൊണ്ടിരുന്നത്. പകൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടും. പക്ഷേ കൂടുതൽ രാത്രി തന്നെയായിരുന്നു അനക്കം കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ 6th month ആയപ്പോൾ എൻ്റെ വയറ് ഭയങ്കര ടൈറ്റ് ആവലായിരുന്നു. ഉള്ളിലേക്ക് ഭയങ്കര ഇറുകി ഭയങ്കര ടൈറ്റായിട്ട് വരും. ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ടൈറ്റ്നെസ് വരും. പിന്നെ സാധാ രീതിയിലാവും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ് 7th month ആയപ്പോഴേക്കും ആ റിബ്സിൻ്റെ വേദന മാറിയായിരുന്നു. കാരണം ഇവർ താഴോട്ടേക്ക് ആദ്യത്തേലും താഴോട്ടേക്ക് കുറച്ച് ഇറങ്ങിയായിരുന്നു. പിന്നെ 7th month മുതൽ എനിക്ക് വയറിന് ഭയങ്കര ഭാരം തോന്നാറുണ്ട്. എന്നുവെച്ചാൽ അടിയിലേക്ക് ഭയങ്കര വെയിറ്റ് തോന്നുന്നുണ്ടായിരുന്നു വയറ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം വീണായിരുന്നു സ്റ്റെയറിൽ നിന്ന്. അന്ന് എന്തോരം ടെൻഷൻ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഇറങ്ങുന്ന ടൈമിൽ ഷോള് തൂങ്ങി കിടന്നിട്ട് ഷോളിൽ ചവിട്ടി ഞാൻ നേരെ താഴേക്ക് വീണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ സ്റ്റെപ്പ് എത്തിയായിരുന്നു. മുകളിലൊന്നല്ല. മുകളിലായിരുന്നെങ്കിൽ എല്ലാം തീരുമാനമായേനെ. ഫ്ലോറിൽ ഇരിക്കണ പോലെ നേരെ വീണു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീണുകൊണ്ടാണ് തോന്നുന്നത് എൻ്റെ വയറ് എങ്ങും മുട്ടിയൊന്നും ചെയ്തില്ല, നേരെ ഇരുന്ന് വീഴായിരുന്നു. പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചായിരുന്നു കേട്ടോ. 2 അനക്കൊക്കെ പിന്നെ നല്ലോണം കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് സമാധാനമായത്. ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഒരാൾ സെഫാലിക് ആയിട്ടുണ്ടായിരുന്നു, ഒരാൾ ട്രാൻസ്വേഴ്സ് ആയിട്ടായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ബേബീസിൻ്റെ ഒക്കെ തല മുകളിലും കാല് താഴെയായിട്ടാണ് ആദ്യത്തിലിരിക്കുക. ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും ബേബീസിൻ്റെ തല താഴ്ന്നു വരും. അങ്ങനെ താഴ്ന്നു വന്നാലാണ് നോർമൽ നടക്കുകയുള്ളൂ. ഒരാൾ വയറ്റിൽ വട്ടം കിടക്കാറുന്നു, ഒരാൾ ഇതേപോലെ തല തിരിഞ്ഞ് കിടക്കാറുന്നു. പിന്നെ വയറൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വയറ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ. നടന്നു കഴിയുമ്പോൾ അണയ്ക്കും. പിന്നെ അതേപോലെ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ടിൻസായിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ കിടക്കാനാണ്. പ്രഗ്നൻ്റ് അതിന് ശേഷം ഉറക്കം എനിക്ക് കിട്ടിയിട്ടില്ല. രാത്രി ഒറ്റ ദിവസം അയാൾക്ക് ഉറങ്ങിയിട്ടില്ല. അത് ഇപ്പോഴും അങ്ങനെ തന്നെ. 2 രാത്രി ഉറങ്ങൂല. അപ്പോൾ അന്ന് മുതൽ എൻ്റെ രാത്രി ഉറക്കം പോയിക്കെന്താ. കിടക്കാൻ നേരത്തെ എനിക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോൾ രണ്ടുപേരും ആ സൈഡിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് കിടന്നു കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കൊന്ന് നിവരുമല്ലേ. ആ നിവരുമ്പോൾ 2 പേരും കൂടി ഇങ്ങനെ വരും. അപ്പോൾ അത് നിവരുന്ന് പയ്യെ ഇങ്ങനെ നിവർന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് കിടക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിവർന്ന് കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾ ഇങ്ങോട്ട് ഈ സൈഡിലേക്കൊക്കെ വരും. അപ്പോൾ നമുക്ക് പേടിയാവും. അങ്ങനെ എന്നിട്ട് പയ്യെ ഇങ്ങോട്ട് ചെരിയുമ്പോൾ 2 പേരും കൂടി ഈ സൈഡിലേക്കാവും. അതൊക്കെ ശരിക്കും എനിക്ക് എൻ്റെ വയറ്റിലിങ്ങനെ ഇങ്ങോട്ട് ചെരിയുമ്പോൾ അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് മാറുന്നത് എനിക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര പാടിച്ചാണ് രാത്രി ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയണം. അവർ 2 പേരും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സൈസ് ബുദ്ധിമുട്ടാണ്. അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നിവർന്ന് കിടക്കുമ്പോഴായാലും 2 പേരും ഇങ്ങനെ പോകും. സ്വസ്ഥമായിട്ടൊന്ന് ശ്വാസം വലിക്കണമെങ്കിൽ നിവർന്ന് കിടക്കണം. അപ്പം ഞാൻ കുറച്ച് നേരം എണിച്ച് നടന്നിട്ട് അല്ലെങ്കിൽ ഇരുന്ന് പറ്റാണ്ടൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ പോയി നിവർന്ന് കിടക്കും. അങ്ങനെ നിവർന്ന് കിടക്കുമ്പോൾ ഇങ്ങനെ 2 സൈഡിലേക്കാവും. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, എനിക്കറിയില്ല
എല്ലാ ടിൻസ് പ്രഗ്നൻസിയിലും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഞാൻ പറയണത്. അപ്പോൾ ഇന്നത്തെ സ്കാനിങ്ങിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വന്ന സെഫാലിക് ആയ ബേബി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഇറങ്ങി വന്നു കഴിഞ്ഞ മുതൽ എനിക്ക് ബുദ്ധിമുട്ട് കൂടി. പിന്നെ ബാത്റൂമിൽ പോകാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഇരിക്കാനും കിടക്കാനും, ബെഡ്റൂമിൽ കിടക്കാൻ ഇരുന്നിട്ട് കാല് ബെഡ്റൂമിട്ട് കയറ്റി വെക്കില്ല, അതിന് തന്നെ എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം എനിക്ക് പെൽവിക് ബോൺ മൊത്തം വേദനയായിരുന്നു. അതേപോലെ നമ്മൾ കിടക്കുമ്പോഴും സൈഡ് തിരിഞ്ഞ് കിടന്നിട്ട് നമ്മൾ ഇപ്പോഴത്തെ സൈഡിലേക്ക് തിരിയാൻ എൻ്റെ കാല് എനിക്ക് കുത്താൻ പറ്റില്ല. തിരിയാനായിട്ട് കാല് കുത്തുമ്പോൾ പെൽവിക് ഏരിയയിൽ ഭയങ്കര വേദനയായിരിക്കും. അങ്ങനെ തിരിയാൻ പറ്റില്ല. അങ്ങനെ പയ്യൊക്കെ തിരിഞ്ഞ് എങ്ങനെയൊക്കെയോ അത്രയും നാളും കൂടി കഴിച്ച് കൂട്ടി 8 മണിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാലിൻ്റെ തൊട ഭയങ്കര വേദനയായിരിക്കും. പിന്നെ എനിക്കുണ്ടായിരുന്ന വേറൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ വിശപ്പ്, ഭയങ്കര വിശപ്പായിരുന്നു എനിക്ക്. വിശപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനേനെ തിന്നാലും മതിയാവില്ല, അത് അത്ര വിശപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. അത് ഏകദേശം 5th മന്ത് മുതലായിരുന്നു. 5th മന്ത് മുതൽ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. ട്വിൻസായിട്ടുള്ളവർക്ക് നല്ല വിശപ്പായിരിക്കും എന്ന് എല്ലാവരും പറയണം. ഞാൻ കേട്ടിട്ടുണ്ട് 2 പേർക്കുള്ള ഫുഡ് കിട്ടണമല്ലോ, അപ്പോൾ അവർക്കും നമ്മുടെ ബോഡിക്കുള്ള ഫുഡ് കൂടി കിട്ടണം. എനിക്ക് നല്ല വിശപ്പുണ്ട്, പക്ഷേ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം എൻ്റെ വയറിന് എന്നായി തിന്നലായിരുന്നു. ഫുഡ് ഒരു ഇച്ചിരി കഴിച്ച് കഴിഞ്ഞപ്പോൾ വയറ് ഫുള്ളാവും, അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. എന്നാൽ എനിക്ക് വിശക്കണമുണ്ട്, ഒരു ഇറ്റ് പോലും പിന്നെ എനിക്ക് തിന്നാൻ പറ്റില്ല. അത്രയും സ്പേസ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നും. പക്ഷേ എൻ്റെ വിശപ്പ് ഒട്ടും മാറിയിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ വിശന്നിരുന്നിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ ഫുഡിൻ്റെ വില ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. കാരണം ഫുഡിനൊന്നും ഒരു കുറവില്ല, എന്ത് വേണമെങ്കിലും കറായും ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ച് എനിക്ക് കൊണ്ടുവന്ന് തരും. പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റില്ല. 8 മന്തൊക്കെ ആയപ്പോൾ റമളാനായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇടയത്താഴം എണീറ്റ ടൈമിൽ ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഇടയത്താഴം വരെ എണീക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു. ഇടയത്താഴം എണീറ്റ ടൈമിൽ എനിക്ക് ഇതുപോലെ ഭയങ്കര ഒരു വേദന വന്നു. കാലുമെന്ന് ഇങ്ങനെ വേദന കയറിയിട്ട്, കാലിലെ തൊടിയെന്ന് വേദന കയറിയിട്ട് നടുവേദന, പിന്നെ വയറുവേദന, അങ്ങനെ ഭയങ്കര വേദന കൊടുക്കും. അങ്ങനെ ഒരു 5 മിനിറ്റത്തേക്ക് വേദന വന്നിട്ട് നല്ല വേദനയായിട്ട് പിന്നെ അത് പയ്യെ പോയി. പിന്നെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അത്ര വേദന എടുത്തുകൊണ്ട് ഞങ്ങൾ പിന്നെ അത്ര കാര്യമാക്കിയില്ല. ഇത്രയൊക്കെ ആയില്ലേ, പിന്നെ 2 പേരുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ദിവസം ഇങ്ങനെ വന്ന്, പിന്നെ അത് കഴിഞ്ഞൊരു ദിവസം അന്ന് ഇക്കാക്ക ഇവിടെ ഉണ്ടായിരുന്നു. ഇക്കാക്ക നോമ്പൊക്കെ വന്നിട്ടുണ്ടായി. മാർച്ച് 17 ഇക്കാക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു അത്. അപ്പോൾ അന്ന് രാത്രി എല്ലാവരും നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഇതുപോലെ കാലുമെന്ന് വേദന കയറിയിട്ട് നട്ടു ഭയങ്കര വേദനയും. അങ്ങനെ നല്ല വേദന വന്നപ്പോൾ പിന്നെ ഇക്കാക്കായും ഉണ്ടല്ലോ, അപ്പോൾ ആദ്യത്തിന് 2-3 പ്രാവശ്യം വേദന വന്നല്ലോ, അതെല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്കായും ഉണ്ടല്ലോ, അപ്പോൾ എന്നാൽ പിന്നെ പോയി ഡോക്ടറെ കാണാൻ. ഇനിയിപ്പോൾ എല്ലാവർക്കും ടെൻഷനായി, രാത്രി ഇനി പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ടെൻഷനായി. എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് ചോദിച്ചാൽ അങ്ങനെ റെഡിയായി വേഗം സാധനങ്ങളൊക്കെ പറക്കി അന്ന് ഹോസ്പിറ്റലിൽ പോയത് ഓർമ്മയുള്ളൂ. പിന്നെ വന്നത് ഡെലിവറി കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത്. ഏകദേശം 1 മാസത്തോളം എടുത്തു. 1 മാസം ആവാൻ 2-3 ദിവസം വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അത്രയും നാൾ ഹോസ്പിറ്റലിലായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ലേബർ റൂമിൽ കയറ്റിയിട്ട് അവർ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ നോക്കിയപ്പോൾ ചെറിയ രീതിയിൽ കൺട്രാക്ഷൻസ് നടിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് വലിയ രീതിയിലേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ബേബിയുടെ തല പെൽവിക് ബോണിൽ ഫിക്സ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹെഡ് ഫിക്സ് ആയിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ബേബി മൂവ് ചെയ്യില്ല, മുകളിലേക്ക് പോവോ പൊസിഷൻ മാറി വരുമൊന്നും ചെയ്യൂല. ഹെഡ് ഫിക്സ് ആയതിൻ്റെ നല്ല ബുദ്ധിമുട്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നു. ബാത്റൂമിലൊക്കെ ഞാൻ എന്തോരം പേടിച്ചാൽ പോയത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം അതൊന്നും ആർക്കും മനസ്സിലാവില്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ബുദ്ധിമുട്ട് എന്തോരം ഉണ്ടെന്ന് നമ്മൾ ഉമ്മായും വാപ്പായും ഹസ്ബൻഡ് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ ഇവരോട് പറയുന്നത് എനിക്ക് പറ്റില്ല, കാരണം അത്രക്കും ബുദ്ധിമുട്ടായി തുടങ്ങി. ഒരാൾ താഴേക്ക് നല്ല രീതിയിൽ ഇറങ്ങി വന്ന് ഒരാൾ വട്ടം കെടുക്കണേ, അതിൻ്റെ നല്ല ഇടങ്ങേറുണ്ട്. ഒരാൾ വട്ടും ഒരാൾ നീളം കൊടുക്കണ കാരണം എൻ്റെ വയറ് ഒരു സൈഡിൽ ഇങ്ങോട്ടേക്ക് നീളം കിടക്കുന്ന സൈഡിൽ നീണ്ടും വട്ടം കിടക്കുന്ന സൈഡിൽ ഇങ്ങനെയുമായിരുന്നു ഇരുന്നത്. അങ്ങനെ ഒരു ഷേപ്പിലായിരുന്നു എൻ്റെ വയറിരുന്നത്. പിന്നെ അത് കൂടാതെ കിടക്കാനുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കിടക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരികെ മറിയും. ഇരിക്കാനും കിടക്കാനും ഒന്നും പറ്റില്ല. ഞാൻ ബെഡിൽ കിടന്ന് ഞെരിഞ്ഞാണ് ഇറങ്ങുന്നതും കിടക്കുന്നതും എല്ലാം. ഇനി ബേബീസിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കൂടെ ഇൻഡ്യൂസ് ചെയ്യാൻ പറയാം എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും എനിക്ക് മടിയായിട്ട് എന്നുള്ള രീതിയിൽ എടുത്തത്. പക്ഷെ എനിക്ക് താങ്ങാവുന്നതിന് അപ്പുറത്ത് എത്തിയിട്ടുണ്ടായി. അപ്പം എനിക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നതാണ് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ. ഞാൻ ഇതൊക്കെ കഴിഞ്ഞിവിടെ എത്തിയില്ല. അൽഹംദുലില്ലാഹ് ഓരോ ബുദ്ധിമുട്ടുകളും എങ്ങനെയൊക്കെ എനിക്ക് സഹിച്ച് അവിടെ വരെ എത്താൻ പറ്റി. ഒട്ടും വെയിറ്റ് കൂടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 6th മന്ത് വരെ ആദ്യം ഉണ്ടായിരുന്ന വെയിറ്റ് തന്നെയാണ്. എനിക്ക് അറൗണ്ട് 47-48 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ വെയിറ്റ്. അപ്പോൾ 6th മന്ത് വരെ എനിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ് ബേബീസിന് വെയിറ്റ് കൂടിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് കുറച്ച് വെയിറ്റ് വന്നത്. അങ്ങനെ ലാസ്റ്റ് ഡെലിവറിക്ക് മുന്നേ എനിക്ക് ഏകദേശം 56 അത്ര ഉണ്ടായിരുന്നുള്ളൂ. അത് 2 ബേബീസിൻ്റെയും കൂടി വെയിറ്റ് കൂട്ടിയിട്ട് 56 ഉണ്ടായിരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ അന്നത്തെ ദിവസം അഡ്മിറ്റ് ആക്കിയിട്ട് പിറ്റത്തെ ദിവസം PV ചെയ്ത് നോക്കിയിട്ട് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ലേബർ റൂമിൽ കൊണ്ടു. ഇപ്പോഴും നോക്കിയപ്പോഴും കൺട്രാക്ഷൻസ് ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ഡയലേഷൻ ഒട്ടും ഉണ്ടായിരുന്നില്ല, കാരണം അതിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബേബിയുടെ തല പെൽവിക് ബോണിൽ ഫിക്സ് ആയ കാരണം
ഡോക്ടർ പറഞ്ഞു ഇനി ഇവിടുന്ന് വീട്ടിൽ പോക്ക് നടക്കൂല. കാറിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ കുഞ്ഞിന് തന്നെയാണ് പ്രശ്നം. വീട്ടിൽ പോയി കഴിഞ്ഞ് പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് 26 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ പോകുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഇവിടെ എത്തി. നമുക്ക് എങ്ങനെയാവുമെന്ന് നോക്കാം എന്ന് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റിൽ നോക്കിയപ്പോൾ ബേബീസിൻ്റെ ഗ്രോത്ത് കുറഞ്ഞു വരാമായിരുന്നു. അത്രയും നാളും കുഴപ്പമില്ലാത്ത രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വയറ്റിൽ കിടന്നാലും ബേബീസിന് വെയിറ്റ് കൂടില്ല. ബേബീസിന് ആവശ്യമുള്ളതൊന്നും ബേബീസിന് കിട്ടില്ല. ഗ്രോത്ത് ഇങ്ങനെ കുറഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് വൈകിപ്പിക്കേണ്ട, നമുക്ക് നോക്കിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 34 വീക്ക് കഴിഞ്ഞ് +1 ഡേ ഓരോ ദിവസം എപ്പോഴാണ് ഇൻഡ്യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ടാബ്ലറ്റാണ് തന്നെ എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഒരു 10-15 തവണ എന്നെ PA ചെയ്തിട്ടുണ്ടാവും. അത് ഇൻഡ്യൂസ് ചെയ്ത കാരണം ഡയലേഷൻ നടക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുറേ തവണ PV ചെയ്തിട്ടുണ്ട്. ശരിക്കും അത്ര പ്രശ്നം ചെയ്യൂല. ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ പെയിന് ചെറിയ രീതിയിലുള്ളൂ. പിന്നെ ട്രിപ്പ് ഇടാനായിരുന്നു. 2 കുപ്പി എങ്ങാണ്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു കുപ്പി പകുതി ആകുമ്പോഴത്തേക്കും വേദന തുടങ്ങും. പിന്നെ നമുക്ക് വേദന തുടങ്ങിയെങ്കിൽ മൊത്തം വേദനയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ആ ടൈമിലേക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. വേദന നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ PV ചെയ്ത് നോക്കി. ഈ വേദന എടുക്കണതിൻ്റെ ഇടയിൽ കൂടെ PV ചെയ്യാൻ വരുമ്പോൾ നമുക്ക് അവർക്ക് സത്യം പറഞ്ഞ ഒരു ചവിട്ടിട്ട് കൊടുക്കാൻ തോന്നും. പക്ഷെ എന്ത് ചെയ്യാനാ, ചെയ്യാണ്ട് നിർത്തിയില്ലല്ലോ. PV ചെയ്ത് നോക്കിയപ്പോൾ ഡയലേഷൻ അപ്പോഴും ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഡയലേഷൻ ആയിട്ടില്ല. അപ്പോൾ ഡയലേഷൻ നല്ല രീതിയിലായി വരുമ്പോഴത്തേക്കും ഈ വേദന ഇങ്ങനെ തിന്ന് ഞാൻ നല്ല രീതിയിൽ വീക്കാവും. ഡെലിവറി മെഡിക്ക് നടക്കൂല എന്ന് പറയും. അപ്പോൾ മയക്കി കിടക്കുന്ന ഇഞ്ചക്ഷൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ലായിരുന്നു ഡോക്ടറോട്. കാരണം ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, മയക്കി കിടത്തി വേദന വന്നത് അറിയാണ്ട് ടൈം കഴിഞ്ഞു പോയി. പിന്നെ സിസേറിയൻ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്ന് ഞാൻ എവിടെയോ കേട്ടായിരുന്നു. ഞാൻ ഈ മയങ്ങി പോയി കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡോക്ടറോട് എന്തെങ്കിലും സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ വേദന കൂടി ഭയങ്കര കൂടി സഹിക്കാനുള്ള വരും വേദന പോകും. അങ്ങനെ എനിക്ക് തീരെ പറ്റില്ല. അങ്ങനെ ഉച്ചയായി. രാവിലെ തുടങ്ങിയതാണ്. അപ്പോൾ ഉച്ചയായപ്പോൾ എൻ്റെ വേദന കണ്ടപ്പോൾ നേഴ്സുമാർ പറഞ്ഞു, മോളെ ഇപ്പോഴും ഡയലേഷൻ ആയിട്ടില്ല. ഇനി ഡയലേഷൻ ആകുമ്പോഴത്തേക്കും മോൾക്ക് പറ്റാതാവും, പുഷ് ചെയ്യാൻ പറ്റാതാവും. അതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കട്ടെ, വീട്ടുകാരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സമ്മതിച്ചു. അങ്ങനെ അവർ ഇക്കാക്കനോടും അച്ഛനോടും അച്ഛനോടൊക്കെ ചോദിച്ച്. അപ്പോൾ ഇക്കാക്ക പറഞ്ഞത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എനിക്ക് ഓക്കെ ആണെങ്കിൽ എടുത്തോളാനാണ് ഇക്കാക്ക പറഞ്ഞത്. അപ്പോൾ ഞാൻ എടുത്തോളാൻ പറഞ്ഞത്. അങ്ങനെ അത് എടുത്ത് അങ്ങനെ ഞാൻ 1-2 മണിക്കൂർ മയങ്ങി കിടന്നു. ഒന്നും അറിയാതെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ആ തീരുമാനം എടുക്കാൻ തോന്നിയത് നന്നായത് എനിക്ക് പിന്നെ മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എണീറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യം ഉണ്ടായിരുന്ന വേദന എന്തോരം ഉണ്ടോ അത്രയും തന്നെ വേദന ഉണ്ടായിരുന്നു. അപ്പം അത്രയും നേരം ഞാൻ ആ വേദന സഹിച്ചിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് പറ്റില്ലാണ്ടായി സിസേറിയൻ ചെയ്യേണ്ടി വന്നേനെ. ഡയലേഷൻ 2 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ വന്നപ്പോൾ വൈകുന്നേരം ഏകദേശം 5 മണിയായി. 5 മണിയായപ്പോഴും 2 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഡയലേഷൻ നടന്നില്ലെങ്കിൽ സിസേറിയൻ തന്നെ ചെയ്യേണ്ടി വരും. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഇത്രയും നേരം വേദന സഹിച്ചത് നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ടല്ലേ. അല്ലെങ്കിൽ രാത്രി 9:30 മണിക്ക് കയറ്റിയപ്പോൾ മുതൽ പെയിൻ തുടങ്ങിയതാണ്. ഇപ്പോൾ വൈകുന്നേരം 5 മണിയായി സമയം. അപ്പോൾ പുറത്തുള്ളവരും ടെൻഷനായി. എല്ലാവരുടെയും പ്രതീക്ഷയൊക്കെ കഴിഞ്ഞു തുടങ്ങി. പുറത്തുനിന്ന് എല്ലാവരും ഇനി പറ്റൂല്ലെങ്കിൽ സിസേറിയൻ ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ പഠിച്ചതിനോട് പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് നോർമൽ ഡെലിവറി തന്നെ ആക്കണേന്ന്. അപ്പോൾ ഡോക്ടർ ഇനി പറ്റില്ലെങ്കിൽ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ വെയിറ്റ് ചെയ്തു. അതിനൊരു 8 മണിയൊക്കെ ആയപ്പോൾ അന്ന് PV ചെയ്ത് നോക്കിയപ്പോൾ അപ്പോഴും 5 സെൻറ്റിമീറ്ററാണ് ആയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഡോക്ടർ പുറത്ത് പോയി എല്ലാവരോടും പറയുകയും ചെയ്ത്, പ്രതീക്ഷയിലൊന്നും നടന്നില്ല, ഇനിയിപ്പോൾ സിസേറിയൻ തന്നെ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുകയും ചെയ്ത്. പിന്നെ ഡോക്ടർ വന്നപ്പോൾ എന്താ പറയുക, അത്ഭുതം തന്നെ പറയണം, ബേബിയുടെ മുടി കാണാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ബാക്കി ജൂനിയർ ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ച് നഴ്സുമാർ വന്ന് എല്ലാവരും വന്ന്. പിന്നെ 9:07 ഫസ്റ്റത്തെ ബേബി പുറത്തേക്ക് വന്ന്. അത് കഴിഞ്ഞ് 9:17 അടുത്ത ബേബി പുറത്തേക്ക് വന്നത്. 10 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞത് ആദ്യത്തെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ തന്നെ അടുത്ത ആൾ വന്നോളൂ, അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെയൊക്കെ പറഞ്ഞത്. അങ്ങനെ വിചാരിച്ച് ഞാനവിടെ കിടന്നത്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു. 2 പേർക്കും ഒരേപോലെ തന്നെ പുഷ് ചെയ്തിട്ട് വേണം. പിന്നെ വെയിറ്റ് എന്ന് പറയുന്നത് 2 പേർക്കും കുറവായിരുന്നു. 2ആൾക്കും 1,600 സെയിം വെയിറ്റ് ആയിരുന്നു 2ആൾക്കും. ആദ്യത്തെ കൊച്ച് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അടുത്തത് പുഷ് ചെയ്യാനുള്ളതുകൊണ്ട് ആ ബേബീനെ ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റിയില്ല. അവരപ്പം തന്നെ ആ ബേബീനെ എടുത്തുകൊണ്ട് പോയി. കാരണം പ്രീ ടൈം ആണല്ലോ, ആ സമയം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർ കുറേ നേരം അവിടെ വയ്ക്കില്ല. അപ്പോൾ ആദ്യത്തെ ആൾ അവർ കൈ പിടിച്ച് പോണ കണ്ടു. ആ ഒരു നോട്ട് കണ്ടോളൂ. പിന്നെ ഡോക്ടർ പറഞ്ഞ 2 പേരും ബോയ്സാണ്. ആ ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും ഓരോ അനക്കവും ശ്രദ്ധിച്ച് കാത്തിരുന്ന രണ്ട് മുഖങ്ങൾ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു ഈ സംഭവം. നമ്മുടെ ലൈഫിലെ നമ്മുടെ റോള് മാറാണല്ലേ. രാത്രി ഏകദേശം ഒരു 1 മണിയൊക്കെ ആയി പിന്നെ ലൈബ്രൂമിൽ ഇറക്കി. ബേബീസ് ഇപ്പോഴും NICUവിലാണ്. അപ്പോൾ NICUവിലായതുകൊണ്ട് അവരെ ഞാൻ കണ്ടിട്ടില്ല. ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ടൈമിലാണ് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞവർ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ട് എൻ്റെ ബേബീൻ്റെ ഫേസ് ഞാൻ കാണാൻ പോവാണ്. അവിടെ എക്സൈറ്റഡ് ആയിരുന്നു അവരുടെ മുഖം കാണാനായിട്ട്. അങ്ങനെ NICUവിൽ കയറി ഞാൻ എൻ്റെ ബേബീസിൻ്റെ മുഖം കണ്ടു. ഒരു നിമിഷം എൻ്റെ കണ്ണിൻ്റെ ലക്ഷ്യം തന്നെ പൂർത്തിയായെന്ന് എനിക്ക് തോന്നി. അവരുടെ കയ്യും കാലും മുടിയും എല്ലാം തൊട്ടൊക്കെ നോക്കി. പിന്നെ ഇറങ്ങി പോരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരവിടെ കെടുത്തിയിട്ട് എനിക്ക് ഇറങ്ങി പോരാനായിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവരെ കൊണ്ട് പോകാൻ തോന്നാറ് മാത്രമേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല, വെയിറ്റ് 1.6 ഉള്ളൂ. അപ്പോൾ നമുക്ക് അവരെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് മനസ്സിലോടെ ഇറങ്ങി. പിന്നെ 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ അവർക്ക് പാലും കൊണ്ട് ചെല്ലണം. വെയിറ്റ് കുറവായതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഫീഡിങ് ചെയ്യാൻ പാടുണ്ടായില്ല. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് തന്നെ തരുന്ന ഒരു സാധനമുണ്ട്. ഒരു ചിരാത് പോലെ ഇരിക്കുന്ന സ്റ്റീലിൻ്റെ ഒരു സംഭവം ഉണ്ട്. അതിലേക്ക് പാൽ ഒഴിച്ചിട്ട് അവരുടെ വായിലേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം രണ്ടാമത്തെ കുട്ടി പച്ച കളറിൽ ഛർദ്ദിച്ച് 2 പ്രാവശ്യം ഉണ്ടായി. അവനൊന്ന് സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകണം, എക്സ്റേ എടുക്കണം, പിന്നെ സർജനെ കാണിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ സർജനെ കാണിക്കണം, സ്കാൻ ചെയ്യണം, അങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് പറയാൻ പറ്റുള്ളൂ എന്നാണ്. ചെയ്തപ്പോൾ റിസൾട്ടിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവന് പാല് കൊടുക്കൽ തൽക്കാലത്തേക്ക് നിർത്തി. പിന്നെ IV ഫ്ലൂയിഡ് മാത്രമാണ് ഇവന് കൊടുത്തിട്ടുണ്ടായുള്ളൂ. പിന്നെ ഒരു ദിവസം ഞാനും ഉമ്മച്ചിയും അവിടെ റൂമിലിരിക്കുമ്പോൾ സർജൻ വിളിക്കണ്ടേ NICUവിൻ്റെ ഫ്രണ്ടിലേക്ക് വരാൻ പറഞ്ഞു. കേട്ടപ്പോൾ എൻ്റെ ഹാർട്ട് കുറച്ച് നേരത്തേക്കൊന്ന് സ്റ്റോപ്പായി പോയി. സർജനൊക്കെ വിളിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ ജീവൻ പകുതി എൻ്റെ പോയി. കാരണം ഇവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർജൻ വിളിക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. വേറെ ഒന്നും അവർ പറഞ്ഞില്ല. അങ്ങനെ അവിടെ വരെ നടന്നെത്തിയത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഇത് കേട്ട്. പിന്നെ സർജനെ കണ്ടപ്പോൾ സർജൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, റിസൾട്ടിൽ വേറെ വിഷയമൊന്നുമില്ല, പയ്യെ നമുക്ക് നോക്കാം, പാല് കുറച്ചും കൂടി കൊടുത്ത് നോക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവർ എന്നെയും കൊണ്ട് ഞാൻ പറഞ്ഞ ആ സാധനത്തിൽ പാലൊഴിച്ചിട്ട് കൊടുക്കാൻ എന്നെയും കൊണ്ട് കൊടുക്കാനായിട്ട് അവരെന്നെ പഠിപ്പിച്ചു തന്നത്. ആദ്യമേ ബ്ലഡ് ഇച്ചിരി കുറവുണ്ടായിരുന്നു. എനിക്ക് ഡെലിവറിയുടെ ടൈമിൽ ഒരുപാട് ബ്ലഡും പോയി. അപ്പോൾ അയണ് കയറ്റണമെന്ന് പറഞ്ഞുള്ളൂ. അങ്ങനെ ട്രിപ്പ് ഇട്ടു. ഒരു 2 ദിവസം ട്രിപ്പ് ഉണ്ട്. ഫസ്റ്റത്തെ ദിവസം ട്രിപ്പ് ഇട്ട് ഫസ്റ്റിന് ഒരു ദിവസം കൂടി കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ മരുന്ന് ഇറങ്ങണുണ്ടായിരുന്നില്ല. അപ്പോൾ സിസ്റ്റർ വന്നിട്ട് വീണ്ടും വന്ന് ചെക്ക് ചെയ്ത് ശരിയാക്കും. പിന്നെ അങ്ങനെ തന്നെ ആവും. അത് 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ വെയിനിൽ ബ്ലോക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. നേഴ്സ് ഒരു പച്ചവെള്ളത്തിൻ്റെ കൂട്ടുള്ള ഒരു മരുന്ന് സിറിഞ്ചിലെടുത്തിട്ട് കയറ്റി, എന്നിട്ട് പിന്നെയും കുത്തി. അപ്പോൾ അത് മരുന്ന് ഇറങ്ങി വരണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെ ഈ സംഭവം ഇങ്ങനെ കയറ്റിയിട്ട് വീണ്ടും കുത്തി. അങ്ങനെ ഒരു 2-3 തവണ വീണ്ടും കയറ്റി. അത് കഴിഞ്ഞ് 4-ാമത്തെ പ്രാവശ്യം കണ്ടായപ്പോൾ ആ സിസ്റ്റർ കയറ്റിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. സിസ്റ്ററിക്കാരി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന. പെട്ടെന്ന് ഒരു കുഴപ്പമുണ്ടായില്ല. എൻ്റെ അടുത്ത് കാക്കായും ഉമ്മച്ചയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അവരോട് വർത്താനം പറഞ്ഞിരുന്നാൽ ഞാനാണ്. പെട്ടെന്ന് തലവേദന ഭയങ്കരമായിട്ട് വന്നിട്ട് ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് ഞാൻ കിടന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് പനി വന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഉതപ്പിട്ട് പൊളിച്ചിട്ട് കിടന്നിട്ടും ഞാൻ കിടന്ന് ഭയങ്കര പറയാം. അപ്പോൾ BP ഒക്കെ നോക്കിയപ്പോൾ BP ഒക്കെ കുറയുന്നു. ജോലി ഡോക്ടർ പറഞ്ഞു അതിനി വേണ്ട, ചെയ്യണ്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും അയൺ കയറ്റുമ്പോൾ പറ്റൂല, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറോട് ഞാൻ ഈ സംഭവം കാണിച്ചു കൊടുത്തു. കൈ ഒട്ടും അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. NICUവിൽ ചെല്ലുമ്പോൾ ബേബീസിന് അവരുടെ തല ഇങ്ങനെ പൊക്കി നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ കുത്തി തല വെച്ചിട്ട് ഈ കൈ കൊണ്ട് പാല് കോരി ഒഴിച്ച് കൊടുക്കണേ. ഇവർ ഇങ്ങനെ അനക്കാനും തിരിക്കാനും ഈ സാധനം പിടിച്ച് ഇങ്ങനെ കൊടുക്കാനും എനിക്ക് പറ്റണില്ല. എൻ്റെ കൈ വേദന എടുത്തിട്ട് പറ്റണില്ല. പിന്നെ ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ട്രിപ്പ് കയറാണ്ട് വന്നപ്പോൾ ഈ സിസ്റ്റർ വന്നിട്ട് 2-3 പ്രാവശ്യം സിറിഞ്ചിൽ ഞാൻ പറഞ്ഞില്ല ഒരു മരുന്ന് കയറ്റിയത്. ആ മരുന്ന് കയറ്റിയപ്പോൾ 2-3 പ്രാവശ്യം അടുപ്പിച്ച് മരുന്ന് കയറ്റിയത്. അത് മൊത്തം അടുപ്പിച്ച് 2-3 പ്രാവശ്യം കയറ്റി കഴിഞ്ഞപ്പോൾ വെയിനിൻ്റെ അകത്തുനിന്ന് വെയിനിൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തു മരുന്ന്. അപ്പോൾ അവിടേക്ക് സ്പ്രെഡ് ചെയ്തപ്പോൾ ഈ ട്രിപ്പ് ഇട്ടതും ഒക്കെ അതിൻ്റെ പുറത്തേക്കൊക്കെ പോകണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ വേദനയും നീരും വന്നത്. പിന്നെ അത് ഡ്രസ്സ് ചെയ്തും മരുന്നൊക്കെ ചെയ്ത് ഞാൻ ഡിസ്ചാർജ് ആവണ വരെ അതിന് ഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. NICUവിൽ 2 അവർ കൂടുമ്പോൾ പോകും. അപ്പോൾ അവിടെ ഉള്ളൊരു ഡോക്ടറൊക്കെ എന്നോട് പറഞ്ഞു, മോള് പോകണ്ട, പാരൻസിന് വിട്ടാൽ മതി. പക്ഷെ എനിക്ക് ഇവരെ കാണാണ്ട് ഇരിക്കാൻ പറ്റുമോ? ഞാൻ നടന്ന് എൻ്റെ കാല് മൊത്തം നീരായിരുന്നു. കാലിന് അന്യായ വേദനയായിരുന്നു. ഇവർക്ക് മുന്നും ആ ലാസ്റ്റ് ടൈമായപ്പോൾ എൻ്റെ കാല് അന്യായ വേദനയായിരുന്നു. നല്ല നീരുണ്ടായിരുന്നു. അപ്പോൾ ആ നീര് ഡെലിവറി കഴിഞ്ഞിട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. നീര് ഒന്നുകൂടി കൂടി, ഇങ്ങനെ നടന്നപ്പോൾ നീര് ഒന്നുകൂടി കൂടി.
ഇവരെ പാല് കയ്യിൽ ഇങ്ങനെ പിടിച്ച് പാല് കൊടുക്കാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ എടുക്കും കുടിക്കാനായിട്ട്. അപ്പോൾ അത്രയും നേരം നമ്മളവിടെ നിൽക്കുമ്പോൾ സ്റ്റിച്ച് വലിയും. ഇങ്ങനെ ഇത്രയും നേരം നിന്നിട്ട് കാല് നീര് വന്നിട്ട് കാല് വേദന, അതിൻ്റെ കൂടെ ഈ കയ്യിന് ഇങ്ങനെ പറ്റിയതിൻ്റെ വേദനയും. ഒരാൾക്കാണ് ഞാൻ പറഞ്ഞ അരമണിക്കൂർ, ഈ 2 ആൾക്ക് കൊടുത്തു കഴിഞ്ഞ് ഭയങ്കര ഔഷധിയായിട്ടാണ് ഞാൻ അതിൻ്റെ അകത്തത് പുറത്തേക്ക് അറിയണേ. ഒരാൾ ആദ്യം NICൻ്റെ അകത്ത് തന്നെ റൂമിൽ തരും. എന്നിട്ട് ഒരു ദിവസം നമ്മൾ നോക്കിയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യണ്ടോ എന്ന് നോക്കും, എന്നിട്ടാണ് നമുക്ക് പുറത്തേക്ക് തരുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ കുട്ടീനെ തന്ന് അന്നത്തെ ദിവസം രാത്രി ഒരു പോളെ കണ്ണടയ്ക്കാണ്ട് ഞാനും എൻ്റെ ഉമ്മച്ചിയും അവനെ തന്നെ നോക്കിയിരുന്നു. പാല് കൊടുത്ത് വെയിറ്റ് കൂടണം, എന്നാലും അവർ തരുള്ളൂ പുറത്തേക്ക്. അങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ 10 ഗ്രാം കൂടിയിട്ടുണ്ടായി ആ ഒരു രാത്രി. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ആദ്യത്തെ ബേബിനെ പുറത്തേക്ക് തന്നു. പിന്നെ എനിക്ക് NIC ചെന്ന് മറ്റേ കുട്ടീനെ കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഒരാൾ പോകുന്നല്ലോ, അപ്പോൾ ഇവർ ഒറ്റയ്ക്ക് കിടക്കണ ഒരു ഫീലായിരുന്നു എനിക്ക്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവനെ തന്നു പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഡിസ്ചാർജ് ആയി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം 1 മാസം ഞങ്ങൾ ആശുപത്രിയിൽ നിന്നിട്ടുണ്ട്. അങ്ങനെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ്, പെരുന്നാളൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു. പെരുന്നാളിന് ബേബീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബേബീസ് ഉണ്ടായി 2ാമത്തെ ദിവസമായിരുന്നു പെരുന്നാൾ. വീട്ടിൽ ആളെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഉമ്മച്ചിയുടെ ഉമ്മച്ചിയും വല്യമ്മയും ഉണ്ടായിരുന്നു. 2 പേർക്കും ഉറക്കം ഭയങ്കര കുറവായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു രാത്രി മൊത്തം. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ ടൈമിലൊക്കെ. അപ്പോഴും ഡയറക്റ്റായിട്ട് ഫീഡ് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇതിൽ കോരി കൊടുക്കുകയാണ്. ഒരു രാത്രി നമ്മൾ 3-4 തവണ ഉറക്കത്തിൽ നിന്ന് എണിച്ച് ഇതിൽ കോരി കൊടുക്കണം. കോരി കൊടുക്കാൻ അരമണിക്കൂർ പിടിക്കും. ആ ഒരാൾക്ക് കോരി കൊടുത്ത് കിടത്തി ഉറക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ കിടന്ന് 15 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും അടുത്ത ആൾ എണിക്കണം. അടുത്ത ആൾ എണിച്ച് കോരി കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു എണിച്ച് വെറുതെ കറി. പിന്നെ അത് കഴിഞ്ഞ് 2 ആയപ്പോൾ ഡോക്ടർ ഡയറക്റ്റായിട്ട് ഫീഡ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി കാര്യം എളുപ്പമായിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അതും അതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വെയിറ്റൊക്കെ കൂടി വന്ന് അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോഴാണ് പിള്ളേരെ വാക്സിനൊക്കെ എടുത്ത് തുടങ്ങിയത്. രാവിലെ ഉറങ്ങാൻ പറ്റില്ല, രാത്രി ഉറങ്ങാൻ പറ്റില്ലാണ്ട് അത്ര നാൾ ഞങ്ങൾ നല്ല രീതിയിൽ ഇടങ്ങേറായിട്ടുണ്ട്. ഞാനും ഉമ്മച്ചിയും പിന്നെ എൻ്റെ അനിയത്തി, ആൾക്കാരുടെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവൾ രാത്രി 3 മണി 4 മണി ഒക്കെ ആയാലും, 4 മണിയൊന്നും രാത്രി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ സമയത്തൊക്കെ അവൾ എടുത്തുകൊണ്ട് നടന്നോളും, ഒരു കുഴപ്പമില്ല. ഇവൻ ക്ലാസ്സുള്ള ടൈമിലായാലും അവൾ രാത്രി അവൾക്ക് രാവിലെ എണിച്ച് ക്ലാസ്സിൽ പോകുന്നതാണ്, എന്നാലും അവൾ നോക്കിയിട്ടുണ്ട്. എനിക്ക് രാത്രി ഉറങ്ങിയില്ലെങ്കിൽ രാവിലെ എങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കാം, പക്ഷെ ഇവർ രാത്രി ഉറങ്ങണില്ല. രാവിലെ ആകുമ്പോൾ നല്ല പണിയുണ്ടല്ലോ, ബേബീസിൻ്റെ ആ തുണികളൊക്കെ അലക്കാനുണ്ട്, ബേബീസിന് അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അങ്ങനെ എനിക്ക് ഒരുപാട് സപ്പോർട്ടായിട്ടുണ്ട് എൻ്റെ ഉമ്മച്ചിയും അനിയത്തിയും വല്യമ്മയും. പിന്നെ 4 മാസമൊക്കെ കഴിഞ്ഞ് 5ാം മാസത്തിലേക്ക് കടന്നപ്പോഴാണ് ഞാൻ ഇക്കാക്കാൻ്റെ വീട്ടിലേക്ക് പോയുള്ളൂ. ഇപ്പോഴും അവർക്ക് ഉറപ്പൊന്നുമില്ല. ഈ കൂടി പോയി ഒരു ദിവസം 3 മണി വരെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇക്കാക്ക ഭയങ്കര സപ്പോർട്ടാണ്. ഇക്ക നോക്കാനായിട്ട് രാത്രി എൻ്റെ കൂടെ ഒരുപാട് നേരം ഇരിക്കും. ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് അവരിവിടം വരെ എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ഇടാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ.